ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് S4-ലെ പുതിയൊരു സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുകയാണ്. ഞാൻ നിങ്ങൾക്ക് ലിനക്സ് ആണ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ സിലബസ് ഞാനൊന്ന് കാണിച്ചേക്കാം ആദ്യമേ. ഓക്കെ, സിലബസ് വന്ന് ഇതാണ് സിലബസ്. ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് സബ്ജക്റ്റിൻ്റെ പേര്. സോ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഓവർവ്യൂ ഓഫ് ലിനക്സ് ആണ്. സെക്കൻഡ് മോഡ്യൂളിൽ എസെൻഷ്യൽ ലിനക്സ് കമാൻഡ്സ് ആണ്. തേർഡ് മോഡ്യൂളിൽ ഷെൽ പ്രോഗ്രാമിങ്ങും ഫോർത്ത് മോഡ്യൂളിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേഷനും ലാസ്റ്റ് മോഡ്യൂളിൽ സിമ്പിൾ ഫിൽട്ടർ കമാൻഡ്സുമാണ്. ഇതിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുള്ളത് കുറേ കമാൻഡ്സ് ആണ്. ഈ കമാൻഡ്സ് എല്ലാം നിങ്ങൾ ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് ലാബ് ചെയ്യാൻ പറ്റില്ല. സോ ലിനക്സ് കമാൻഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും. ലാബ് എക്സാമിനും പിന്നെ വൈവയ്ക്കും ഒക്കെ ഈവൻ ലാസ്റ്റ് നിങ്ങളുടെ കോഴ്സ് വൈവ നടക്കുമ്പോഴും ഒക്കെ ചോദിക്കാവുന്ന കുറേ കാര്യങ്ങളാണ് ഈ ലിനക്സ് അഡ്മിനിസ്ട്രേഷനിൽ കാണുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റിനെ കാണുക. പിന്നെ നമ്മുടെ ഈ സിലബസിനനുസരിച്ചുള്ള ടെക്സ്റ്റാണ് ഞാൻ അന്ന് ഗ്രൂപ്പിലിട്ടത്. എല്ലാവരും അത് മസ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കണം. ഞാൻ നോട്ട്സ് തരില്ല. സോ യു ക്യാൻ റെഫർ മൈ വീഡിയോസ് ആൻഡ് ക്യാൻ റെഫർ എനി വെബ്സൈറ്റ്സ് ഇഫ് whether I am giving you or not. Okay, better you should buy that textbook and study. ഓക്കെ, ഞാൻ നോട്ട്സ് കഴിഞ്ഞ പ്രാവശ്യം OS-ന് തന്നത്, OS-ന് പിന്നെ അതുപോലുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല. OS-ന് അതുപോലുള്ള ടെക്സ്റ്റ് ബുക്ക് ഇല്ല. അതുപോലെ തന്നെ COAക്കാണല്ലോ നിങ്ങൾക്ക് ഞാൻ ഫുൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നത്. അതിനൊക്കെ ഇതുപോലെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ പോർഷൻ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നതും OS-ന് ഞാൻ കൂടുതൽ വെബ്സൈറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ തന്നത് മെറ്റീരിയൽ. ലിനക്സിന് ഞാൻ ഈ വീഡിയോ തരും. നിങ്ങൾ ലെക്ചർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി യു ഷുഡ് ലേൺ. ഓക്കെ, എനിവേ ലെറ്റ് us മൂവ് ഓൺ ടു അവർ ഫസ്റ്റ് മോഡ്യൂൾ. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓവർവ്യൂ ഓഫ് ലിനക്സ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് തന്നെ നമുക്ക് പഠിച്ചു പോകാം. എന്നിരുന്നാലും ഇന്ന് ഞാൻ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് വാട്ട് ഈസ് ലിനക്സ്, വാട്ട് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ലിനക്സ്, ഇന്ന് നിങ്ങൾ കാണുന്ന ലിനക്സ്, ഹൗ യു ആർ സീയിങ് ലിനക്സ്, then what is open source software, popular Linux distributions, software applications you can see in the Linux, then language supported by Linux, why to switch to Linux, why not to switch to Linux. Okay, anyway, what is Linux? Linux എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെങ്കിലും ഈവൻ യു മൈറ്റ് ബി ഹേർഡ്. സോ യുണിക്സ് എന്നാണ് അതിന് പറയുന്നത്. യുണിക്സിന് പോലെ ഇരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ഓക്കെ, പക്ഷേ ലിനക്സ് യുണിക്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ലിനക്സിൻ്റെ ഫുൾ ഫോം തന്നെ ലിനക്സ് ഈസ് നോട്ട് യുണിക്സ് എന്നുള്ള ആ ഒരു ഫ്രേസിൽ നിന്നാണ് ലിനക്സ് എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഉണ്ടായിരിക്കുന്നത്. ലിനക്സ് ഈസ് നോട്ട് യുണിക്സ് എന്ന് പറയുന്ന ഒരു ഫ്രേസിൽ നിന്നാണ് ലിനക്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പോലും. ഓക്കെ, സോ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൾട്ടി യൂസർ, മൾട്ടി ടാസ്കിങ്, മൾട്ടി പ്രോസസ്സറാണ്. മൾട്ടിപ്പിൾ യൂസേഴ്സിന് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മൾട്ടി ടാസ്കിങ് ആണ്, ഒരുപാട് ടാസ്ക് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ മൾട്ടി പ്രോസസ്സറാണ്. different number of core processors are there. We can simultaneously execute several tasks at the same time. Okay, so multi-user, multitasking, multi-processor operating system ആണ് what Linux. Then ഈ ലിനക്സിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന GUI, സ്റ്റാൻഡേർഡ് GUI എന്ന് പറയുന്നത് എക്സ് വിൻഡോസ് എന്നാണ് അതിൻ്റെ പേര്. ആ GUIൻ്റെ പേരാണ് എക്സ് വിൻഡോസ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് റൺസ് ഓൺ മൾട്ടിപ്പിൾ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസ്. ഒട്ടുമിക്ക എല്ലാ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസിലും നമ്മുടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ഏറ്റവും മേജറായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് ഫ്രീലി അവൈലബിൾ ആണ്.
Anybody in the world can take that source code, can do the modification and can implement. ഓക്കെ, സോ അതാണ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്താണ് നിങ്ങൾ കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ GNU പബ്ലിക് ലൈസൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അത് നമ്മുടെ ലിനക്സ് വന്നതിൽ പിന്നെയാണ് ആ ഒരു ഓർഗനൈസേഷനും ആ ഒരു ടേമും ഒക്കെ ഇലാബറേറ്റഡായി വന്നത്. ഓക്കെ, എനിവേ ഇനി നമ്മൾ ആ ലിനക്സിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണ്. സോ നമ്മുടെ 80s ഡോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡോസ്, മൈക്രോസോഫ്റ്റിൻ്റെ ഡോസ്. അത് കഴിഞ്ഞ് വന്നത് ആപ്പിളിൻ്റെ മാക്കാണ്. ബട്ട് ഇറ്റ് വാസ് മച്ച് ബെറ്റർ, ബട്ട് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള യുണിക്സും മച്ച് ബെറ്റർ ആയിരുന്നു. ഓക്കെ, പക്ഷേ അതിൻ്റെയും പ്രശ്നം എന്താണ്, ഇറ്റ് വാസ് മോർ എക്സ്പെൻസീവ്. ഓക്കെ, മിനി കമ്പ്യൂട്ടേഴ്സിൽ മാത്രം ആയിരുന്നു, അതായത് ഈവൻ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻസിൽ പോലും മിനി കമ്പ്യൂട്ടേഴ്സിൽ മാത്രമായിരുന്നു നമ്മൾ ഈ യുണിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം ആളുകൾ എന്താണ് ഇതുപോലെ ആ യുണിക്സിന് സിമിലർ ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പീപ്പിൾ were looking for, and but it might be cheaper, okay, and can run on any PC. ആപ്പിളിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, ആപ്പിളിൻ്റെ ഹാർഡ്വെയറിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഏതൊരു ഹാർഡ്വെയറിലും റൺ ചെയ്യുന്ന രീതിയിൽ ചീപ്പറായിട്ടുള്ള യുണിക്സ് സിമിലർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസേഴ്സ് നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ഈ നമ്മൾ ഇപ്പം കേട്ട, അതായത് ഡോസും മാക്കും യുണിക്സും എല്ലാം പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിരുന്നു. അതായത് ദേ ആർ ഓൺഡ് ബൈ സംവൺ. ഓക്കെ, വി കാൺ ഡു എനിത്തിങ് ഇൻ ദ കോഡ്, ഇൻ ദ സോഴ്സ് കോഡ്. നമുക്ക് ഒരു മാറ്റവും അതിൽ വരുത്താൻ പറ്റില്ല. വി ഷുഡ് ബൈ ഫ്രം ദം. അത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ആയിരുന്നു. അതായത് അവരുടെ കേർണൽ കോഡ് ദാറ്റ് വാസ് പ്രൊട്ടക്റ്റഡ്. നോബഡി can simply take it and can modify it. ഓക്കെ, ഇപ്പം നമുക്ക് അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണം, അല്ലെങ്കിൽ വി ഷുഡ് ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്, വി ഷുഡ് പേ ദ ഹൈ ലൈസൻസ് ഫീ അടച്ച് വി ഷുഡ് ബൈ ഇറ്റ്, ദെൻ ക്യാൻ ഡു ദ മോഡിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നം നിലനിന്ന സമയത്താണ് ആൻഡ്രൂ തനൻബാം എന്ന് പറയുന്ന പ്രൊഫസർ മിനിക്സ് എന്ന് പറയുന്ന ഒരു യുണിക്സിൻ്റെ ഒരു കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് വേർഷനായിട്ടുള്ള മിനിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്. പക്ഷേ ആ മിനിക്സ് എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു. ഹി വാസ് മച്ച് ഫോക്കസ്ഡ് ഓൺലി ഫോർ ടീച്ചിങ് പർപ്പസ്. ഓക്കെ, കൊമേഴ്സ്യൽ യൂസിനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ടീച്ചിങ് പ്രൊഫഷനിൽ മാത്രം യൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി പോയി വാട്ടർ മിനിക്സ്. ഓക്കെ, ദെൻ 1991 സെപ്റ്റംബറിൽ ലൂയിസ് ടോർവാൾഡ്സ് എന്ന് പറയുന്ന സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിൻകി ഡെവലപ്ഡ് ദ പ്രിലിമിനറി കേർണൽ ഓഫ് ലിനക്സ്. പ്രിലിമിനറി കേർണൽ ഡെവലപ്പ് ചെയ്തത് ഈ ലിനസ് ടോർവാൾഡ്സ് എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അദ്ദേഹമാണ് അതിൻ്റെ ഏറ്റവും പ്രിലിമിനറി ആയിട്ടുള്ള കേർണൽ വേർഷനായ 0.0.1 വേർഷൻ ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, ഇന്ന് നിങ്ങൾ കാണുന്ന ലിനക്സ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ മെനി കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് PC, PDA, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഈവൻ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ, PDAസിൽ, സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ എല്ലാത്തിലും വി ക്യാൻ സീ ലിനക്സ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാരക്ടർ ഇൻ്റർഫേസ്, അതായത് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഇൻ്റർഫേസ് മാത്രമല്ല, GUI ഇൻ്റർഫേസും ഇറ്റ് ഈസ് പ്രൊവൈഡിങ്. ഓക്കെ, സോ ഇയർലി എത്രയാണ് ലിനക്സിൻ്റെ യൂസേഴ്സിൻ്റെ എണ്ണത്തിൽ വരുന്ന വർധനയാണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. 2006 വരെയുള്ളതാണ് ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ ഓക്ക് റിഡ്ജ് നാഷണൽ ലബോറട്ടറിയാണ്. അവിടെ യൂസ് ചെയ്യുന്ന ജാഗ്വാർ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറിൽ 2009 നവംബറിൽ നമ്മുടെ 2009
നവംബറിലെ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറായിരുന്നു ഈ ഓക്ക് റിഡ്ജ് നാഷണൽ ലബോറട്ടറിയിലെ ജാഗ്വാർ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ. അതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ക്രേ ലിനക്സ് എൻവയോൺമെൻറ്റ് ആണ് നമ്മൾ ഈ സൂപ്പർ കമ്പ്യൂട്ടറിൽ OS ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ PDSലെല്ലാം ലിനക്സ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. സോ ഞാനിപ്പോൾ പറഞ്ഞു, വി ക്യാൻ ജസ്റ്റ് ഡൗൺലോഡ് എനിവെയർ സംവെയർ ഫ്രം ദിസ് കേർണൽ കോഡ് വി ക്യാൻ ഡൗൺലോഡ് ആൻഡ് ക്യാൻ ഡു ദ മോഡിഫിക്കേഷൻ എന്നെല്ലാം ഞാൻ പറഞ്ഞു. സോ അതുകൊണ്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനെ വാട്ട് വി ആർ കോളിങ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ വെൻ പ്രോഗ്രാമേഴ്സ് ഓൺ ദ ഇൻ്റർനെറ്റ് ക്യാൻ redistribute and modify the source for a piece of software, it evolves. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അതായത് ആ ഒരു ലിനക്സിന് കൂടുതൽ ഇവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിൽ വരുത്താൻ പറ്റും. ഓക്കെ, സോ പീപ്പിൾ ഇംപ്രൂവ് ഇറ്റ്, പീപ്പിൾ അഡാപ്റ്റ് ഇറ്റ്, പീപ്പിൾ ഫിക്സ് ബഗ്സ്. And this can happen at a speed that compared to conventional software development seems astonishing. ഓക്കെ, അതായത് നമ്മൾ സിംപിളി ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ ഇരുന്ന് അത് ടെസ്റ്റ് ചെയ്യുന്നു, ഒരാളിരുന്ന് അതിനെ തിരുത്തുന്നു, ഒരു ബഗ് ഫിക്സ് ചെയ്യുന്നു, അത് തിരുത്തുന്നു. ഓക്കെ, ആ ഒരാളിൽ നടക്കുന്ന കാര്യം വേൾഡ് വൈഡ് ഒരു ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ ഒരു ചേഞ്ച് നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിൽ വരുത്താൻ കഴിയും. Okay, so from where we will get it? We can download it from the internet. Okay, ഇനി അതായത് ഇപ്പം റെഡ് ഹാറ്റ് പോലുള്ള നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്താൽ മതി. ഓക്കെ, ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് വി ക്യാൻ ജസ്റ്റ് ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദ ഇൻ്റർനെറ്റ്. അതിൽ മെയിൻലി ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. അതായത് ലിനക്സ് കേർണൽ കാണും, ദെൻ എക്സ് വിൻഡോസ് സ്റ്റാൻഡ് GUI ഞാൻ പറഞ്ഞില്ല, എക്സ് വിൻഡോസ് ആണ്. ദെൻ അതിൽ യൂസ് ചെയ്യുന്ന വെബ്, ഇമെയിൽ, FTP സെർവേഴ്സ് കാണും. ദെൻ ഇൻസ്റ്റലേഷൻ ആൻഡ് കോൺഫിഗറേഷൻ സപ്പോർട്ട് കാണും. തേർഡ് പാർട്ടി ആപ്സ് കാണും, കുറച്ച് തേർഡ് പാർട്ടി ആപ്സ് കാണും. ദെൻ ഹാർഡ്വെയർ സപ്പോർട്ടും കാണും. ഓക്കെ, ഇനി why this Linux is more significant and you are learning as a subject. ഓക്കെ, ഒരു സബ്ജക്റ്റായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റ് നിങ്ങൾ വിൻഡോസ് പഠിക്കുന്നില്ല അല്ലേ, പക്ഷേ ലിനക്സ് നിങ്ങൾ പഠിക്കാൻ എന്താണ് ഇത് ഒരു സബ്ജക്റ്റാക്കി പഠിക്കാൻ എന്താണ് കാരണം? Because of its growing popularity. One of the reasons is because of its growing popularity. Then more powerful ആണ് ദാൻ എനി അതർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് അതിൻ്റെ പ്രത്യേകത റൺസ് ഓൺ മൾട്ടിപ്പിൾ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസ്. ഏതൊരു ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിലും അത് വർക്ക് ചെയ്യും. ദെൻ യൂസേഴ്സ് ലൈക്ക് സ്പീഡ് ആൻഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, അതിൻ്റെ സ്പീഡും സ്റ്റെബിലിറ്റിയും എല്ലാം പവർഫുള്ളാണ്. നോ റിക്വയർമെൻറ്റ് ഫോർ ലേറ്റസ്റ്റ് ഹാർഡ്വെയർ. ഏതൊരു ഹാർഡ്വെയറിലും അത് അഡാപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. അതുപോലെ ഇറ്റ്സ് ഫ്രീ, ഞാൻ പറഞ്ഞല്ലോ, ലൈസൻസ് അണ്ടർ GPL ആണ്. ഓക്കെ, സോ GPL എന്ന് പറഞ്ഞാൽ GNU പബ്ലിക് ലൈസൻസ് എന്നാണ്. ഓക്കെ, ദെൻ വെൻഡേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹു പാക്കേജ് ലിനക്സ്. അപ്പോൾ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ദേ ആർ ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് യു ക്യാൻ സീ. സോ ആർച്ച് ലിനക്സ്, സെൻറ്റോയ്സ് അതൊക്കെ പഴയതായിരുന്നു. ഡെബിയനൊക്കെ ഇപ്പോഴും ഉണ്ട്, സെൻറ്റോയ്സും ഉണ്ട്. ആർച്ച് ലിനക്സ് ആയിരുന്നു ആദ്യം വന്നത്. ഓക്കെ, ദെൻ നോപിക്സ്, അതൊരു ലൈവ് CD ആണ്. ദെൻ റെഡ് ഹാറ്റ് എൻ്റർപ്രൈസസ് ലിനക്സ്, ഉബുണ്ടു, ഫെഡോറയൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇതിൽ ലിനക്സിൽ കാണാൻ കഴിയുന്ന സം ഓഫ് ദ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? ഓപ്പൺ ഓഫീസ്, അതായത് വേർഡ് പ്രോസസ്സിങ്ങിനും സ്പ്രെഡ്ഷീറ്റ്സിനും ഡ്രോയിങ്ങിനൊക്കെ ഓപ്പൺ ഓഫീസ് എന്ന് പറയുന്നൊരു പാക്കേജ് കാണാൻ കഴിയും. ദെൻ അഡോബ് അക്രോബാറ്റ് റീഡർ, PDF റീഡർ കാണും. ദെൻ കോൺകറർ എന്ന് പറയുന്ന KDE ഫയൽ മാനേജർ ആൻഡ് വെബ് ബ്രൗസറാണ്. ഫയൽ മാനേജർ വെബ് ബ്രൗസറാണ്. ദെൻ KMail, ദ KDE മെയിൽ ആപ്ലിക്കേഷനാണ്. ദെൻ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു മെയിൽ ആൻഡ് കലണ്ടർ പ്രോഗ്രാമാണ്.
ദെൻ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസാണ് XMMSും VLCയും ഒക്കെ. ദെൻ TV, വീഡിയോ, റേഡിയോ ആൻഡ് വെബ്കാം ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. K3B എന്ന് പറയുന്നത് CD ബേണിംഗ് ആപ്ലിക്കേഷനാണ്. ദെൻ ഡിജിറ്റൽ ക്യാമറാസ് അതിൻ്റെ സപ്പോർട്ടിങ് ആപ്ലിക്കേഷൻസ് കാണും. ദെൻ കൂക്ക എന്ന് പറയുന്നൊരു സ്കാനിങ് ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. ദെൻ ജിംബ് പോലുള്ള ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർസ് കാണും. ദെൻ പവർഫുൾ ആയിട്ടുള്ളൊരു ഷെൽ സിസ്റ്റം, അതായത് കൺസോളും കാണാൻ നിങ്ങൾക്ക് കഴിയും. ഇനി ഏതൊക്കെ ലാംഗ്വേജസ് ഈ ലിനക്സ് സപ്പോർട്ട് ചെയ്യും കണ്ടോ, ഇത്രയും ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യും. ഇതിൽ നമ്മുടെ ഹിന്ദിയുമുണ്ട് കേട്ടോ, ഹിന്ദിയും ലിനക്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്തുകൊണ്ട് നിങ്ങൾ ലിനക്സ് ചൂസ് ചെയ്യണം? ഓക്കെ, ഒന്നാമത്തെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി. വൈറസ് എഫക്റ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലിനക്സിൽ .exe ഫയല് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. മെയിൻലി വൈറസസ്, മാൽവെയർസ് ഒക്കെ വരുന്നത് .exe ഫയലായിട്ടായിരിക്കും. That will not be able to execute in a Linux operating system. That is why it is more secure. Okay. ഇനി കോസ്റ്റ്. ലിനക്സ് is the most efficient OS in the world. Why? Because it's free. And not only it is free, it is also typically comes with the applications that would cost hundreds if not thousands of dollars. അതായത് മെയിൻലി ഇത് ഫ്രീ ആണ്. അതുമാത്രമല്ല, ആപ്ലിക്കേഷൻസ് നമ്മൾ നമ്മുടെ ലിനക്സിൽ യൂസ് ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻസും thousands of dollarsൻ്റെ അല്ല, hundreds of dollarsൻ്റെയാണ്. അതായത് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ് വി ആർ യൂസിങ് ഇൻ ലിനക്സ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി സെക്യൂർഡ് ആണ്. അതുകൊണ്ട് തന്നെ ലിനക്സ് ഈസ് ഹൈലി റെസിസ്റ്റൻറ്റ് ടു സിസ്റ്റം ക്രാഷ് ആൻഡ് റിയർലി നീഡ്സ് റീബൂട്ടിങ്. സിസ്റ്റം ക്രാഷിന് ഫേസ് ചെയ്യേണ്ടിയേ വരത്തില്ല, വളരെ റെയറായിട്ടാണ് റീബൂട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. ഇനി അതുപോലെ തന്നെ ഈസ് ഓഫ് യൂസ് ആണ്. വളരെ ഈസിലി നമുക്ക് വിൻഡോസിനേക്കാളും ഈസിലി ലിനക്സ് നമ്മളിപ്പം ഡെയിലി യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഡെയിലി യൂസ് ചെയ്തു വന്നാൽ വി വിൽ ഡെഫിനറ്റ്ലി പ്രിഫർ ലിനക്സ് ഓൺലി. ലിനക്സ് ഒരു യൂസർ ഒരാഴ്ച ലിനക്സ് യൂസ് ചെയ്താൽ പിന്നെ ഹി വിൽ നോട്ട് ലൈക്ക് ടു സ്വിച്ച് ഇൻ ടു വിൻഡോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ലിനക്സ് പ്ലേസ് വെൽ വിത്ത് അതേഴ്സ്. ലിനക്സ് ഇൻക്ലൂഡ് സോഫ്റ്റ്വെയർസ് to make it easy to network with the Windows, Macs and other Linux based computers. അതായത് ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഇരിക്കുകയാണെങ്കിൽ ലിനക്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈസിലി വിത്ത് അതർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഓൺ ദാറ്റ് നെറ്റ്വർക്ക്. ഓക്കെ, ഇനി സപ്പോർട്ട് ഈസ് എവരിവെയർ. ഓക്കെ, അത് ഫ്രീലി അവൈലബിൾ ആയതുകൊണ്ട് ലിനക്സ് നമുക്ക് ലിനക്സ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ ഇരുന്നും നമുക്ക് ഈസിലി കിട്ടും. ഓക്കെ, why not to switch to Linux if you are using any proprietary software which is not supported by? ഇപ്പോൾ അതായത് എപ്പോഴാണ് നമുക്ക് ലിനക്സ് യൂസ് ചെയ്യാൻ പറ്റാത്തത്? അതായത് ലിനക്സ് സപ്പോർട്ട് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ കൊണ്ടുവന്നാൽ നമുക്ക് ലിനക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇഫ് യു ആർ യൂസിങ് എനി ഹാർഡ്വെയർ വിച്ച് ഇസ് നോട്ട് സപ്പോർട്ടഡ്. ലിനക്സ് ഒട്ടുമിക്ക എല്ലാ ഹാർഡ്വെയറും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പക്ഷേ നിങ്ങൾ പുതുതായിട്ടൊരു ഹാർഡ്വെയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അതിൽ ലിനക്സ് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ ഇറ്റ് വിൽ നോട്ട് ബി പോസിബിൾ. ഓക്കെ, സോ ഇത്രയാണ് ലിനക്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഓൺ ദ നെക്സ്റ്റ് ഡേ വി ക്യാൻ ഗോ ഹെഡ് വിത്ത് ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, ഇന്നത്തെ വീഡിയോയുടെ ഒരു ചെറിയ ലെക്ചർ നോട്ട് എഴുതി നിങ്ങൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിരിക്കണം. ഓക്കെ, അസൈൻമെൻറ്റായിട്ട് ഡൗട്ടുള്ളവർ വിളിക്കാം. ഓക്കെ, താങ്ക്